അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ, തൻസീലം പറഞ്ഞാൽ ഇറങ്ങി വരുന്നതെന്ന് അർത്ഥം. അത് തൊട്ടടുത്ത് പറഞ്ഞു, ഖുർആൻ ഇറങ്ങണമെങ്കിൽ അള്ളാഹു എവിടെ ഇരിക്കണം? അള്ളാഹു മുകളിലായിരിക്കണം, എന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നുള്ളതിനുള്ള ഒരു മറുപടിയും അതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. ഖുർആനിൽ 6ഓളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹു അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു എവിടെയാണ് എന്നത്. അള്ളാഹു എവിടെയാണ് എന്നത് മുസ്ലിമീങ്ങളിൽ അതുപോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ പറയും അള്ളാഹു എല്ലാവരുടെയും കൽബിലാണ്, അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാദങ്ങൾ ഈ വിഷയത്തിലൊക്കെ വരുന്നത് കാണാം. ഖുർആനിലും ഹദീസിലും വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹു അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. അർശ് 7 ആകാശത്തിന് മുകളിലാണ്. അത് വിശ്വസിക്കൽ ഒരു മുഅ്മിന്റെ മേലെ നിർബന്ധമാണ്. നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബി തന്റെ അടിമപ്പെണ്ണിനെ അടിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വളരെയധികം ദേഷ്യപ്പെട്ടു. ഈ സഹാബിക്ക് വിഷമമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു, റസൂലെ, ഞാൻ ആ അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ചോളാം, സ്വതന്ത്രയാക്കിക്കോളാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ വിളിക്ക്, അവൾ മുഅ്മിനത്താണോ എന്ന് ഞാൻ നോക്കട്ടെ, അവൾ യഥാർത്ഥ സത്യവിശ്വാസിനിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ജാരിയത്താണ്, അഥവാ ആടിനെയൊക്കെ മേച്ച് നടക്കുന്ന വലിയ ആലിമത്തായിട്ടുള്ള തറവാട്ടുള്ള അറിവുള്ള കുടുംബത്തിലെ പെണ്ണൊന്നല്ല. ആ വീട്ടുജോലികൾ ചെയ്യുന്ന, ആടിനെ മേക്കുന്ന, അങ്ങനെ വീട്ടിലെ അടിമപ്പണിയായിട്ട് നടക്കുന്ന ഒരാൾ വിളിച്ചിട്ട് ഒരു പെണ്ണിനെ വിളിച്ചതും, ജാരിയത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രായം കുറവുള്ള കുട്ടികളായിരിക്കും, അടിമപ്പെണ്ണുങ്ങളായിരിക്കും. വിശ്വാസം ചോദിച്ച ചോദ്യം എന്താ അറിയോ? അയ്നല്ലാ എന്ന് ചോദിച്ചു. അയ്നല്ലാ, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണ് മറുപടി പറഞ്ഞു ഫിസ്സമാ. ചില റിവായത്തിൽ കാണാം വിരല് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഫിസ്സമാ, ആകാശത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ അന, ഞാൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അൻത റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് പറഞ്ഞു, അവളെ മോചിപ്പിച്ചേക്ക്, ഇഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവളെ മോചിപ്പിച്ചേക്ക്, തീർച്ചയായിട്ടും അവൾ മുഅ്മിനത്താണ് എന്ന് പറഞ്ഞു. നോക്കി, ഒരാളുടെ വിശ്വാസത്തിനെ മനസ്സിലാക്കാൻ, അതും വലിയ അറിവുള്ള ഒരാളോടൊന്നല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ് അയ്നല്ലാഹ്, എവിടെയാണ് അള്ളാഹ് എന്നുള്ളത്. ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് അള്ളാഹു എവിടെയാണെന്ന് മനസ്സിലാക്കൽ. അള്ളാഹു എവിടെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി ഈ ആയത്താണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളവനാണ് റഹ്മാനായ റബ്ബ്, അല്ലെങ്കിൽ ആകാശത്തിലാണ് അള്ളാഹു തആല. അർശി എന്നുള്ളത് അള്ളാഹു തആലയുടെ സൃഷ്ടിപ്പിൽ ആദ്യം നടത്തിയിട്ടുള്ള സൃഷ്ടിയാണ് എന്ന് കാണാം. ആദ്യം ഏത് സൃഷ്ടിയാണ് സൃഷ്ടിച്ചത് എന്നിൽ 2 അഭിപ്രായമാണ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളത്. ഒന്ന് കലമാണ് എന്നുള്ളത്, പേനയാണ് എന്നുള്ളത്. രണ്ടാമത്തെ പ്രബലമായ അഭിപ്രായം അർശാണ് എന്നുള്ളത്. മൂന്നാമത്തെ ഒരു അഭിപ്രായമുള്ളത് വെള്ളമാണ് ആദ്യം സൃഷ്ടിച്ചതെന്നുണ്ട്. നമുക്ക് അർശിനെ എടുക്കാം, ആ അഭിപ്രായമാണ് ഒന്നുകൂടി ശരിയായി മനസ്സിലാകുന്നത്, അല്ലാഹു അലം. അപ്പൊ അർശ് എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. അർശിനേക്കാൾ വലിയൊരു സൃഷ്ടി ഇല്ല. അർശിനേക്കാൾ വലിയൊരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ളതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് റബ്ബുൽ അർശ് എന്നുള്ള പദം ദുആയിലും മറ്റുമെല്ലാം വരുമ്പോ, അതായത് ഏറ്റവും വലിയ സൃഷ്ടിയുടെ റബ്ബ് എന്ന് അള്ളാഹുവിനെ പരാമർശിക്കാനുള്ള കാരണം. അപ്പൊ ആ അർശിന് മേലെ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇസ്തിവാ എന്നുള്ള പദത്തിന് മലയാളത്തിൽ പരിഭാഷയിലെല്ലാം ആരോഹണം എന്നെല്ലാം എന്നാ കാണുന്നത്. അതിന്റെ ആശയം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്, ഉയർന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ, ഏത് രൂപത്തിൽ, അത് നമുക്കറിയില്ല. കാരണം അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ അസ്മാഉ സിഫാത്തുകളുടെ എല്ലാം വിശ്വാസത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ്? എങ്ങനെയാണ് സ്വഹാബികൾ അത് വിശ്വസിച്ചിട്ടുള്ളത്? അറബി ഭാഷയിൽ അതിന്റെ ആശയം എന്താണോ അത് അവർ മനസ്സിലാക്കും. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് അവർ സംസാരിക്കാറില്ല. അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ യദ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ
അള്ളാഹുവിന്റെ കരം. അത് അറബിയിൽ യദ് എന്ന് പറഞ്ഞാൽ കൈയാണ് ഉദ്ദേശിക്കുന്നത്, കൈയാണ്. എന്നാൽ അതിനെ തഹ്രീഫ്, ഇനി അതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ നിൽക്കൂല. തഅ്തീൽ, അതിനെ നിഷേധിക്കാൻ നിൽക്കൂല. തകീഫ്, അത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ നിൽക്കൂല. തംസീൽ, അത് ഇതുപോലെയാണ് എന്ന് ശുപാർശ പിന്നെ താരതമ്യം ചെയ്ത്, ശുപാർശ അല്ല, താരതമ്യം ചെയ്ത് പറയാൻ അവർ നിൽക്കില്ല. ഇന്നതുപോലെയാണ് ഇന്നതുപോലെയാണെന്ന് പറയാൻ നിൽക്കില്ല. ഈ 4 കാര്യങ്ങളില്ലാതെ വിശ്വസിക്കലാണ് സഹാബികളുടെ രീതി. ഇമാം മാലിക് റഹിമഹുള്ളയുടെ സദസ്സിൽ ഒരിക്കലും ഒരു വ്യക്തി വന്നിട്ട് ഈ ആയത്ത് ഓതി, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട്. കൈഫ ഇസ്തവ, എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത്? അള്ളാഹു എങ്ങനെയാണ് അർശിന് മേൽ ഉയർന്നിട്ടുള്ളത്? ഇരിക്കുകയാണോ, കിടക്കുകയാണോ, നിൽക്കുകയാണോ? അതാണ് അതിന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് ചോദിച്ചു. ഇമാം മാലിക് റഹിമഹുള്ള തല താഴ്ത്തി കുറച്ചു നേരം നിന്നു. കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, ആ വടി കൊണ്ട് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തി വരഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. ഇത് ഉദ്ധരിക്കുന്നവർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നെറ്റി വിയർക്കാൻ തുടങ്ങി, ഭയപ്പാടോടുകൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, ചെറിയ വായത്ത് അൽ ഇസ്തിവാ ഗൈറു മജ്ഹൂലിൻ, അങ്ങനെ 2 രൂപത്തിലുണ്ട്. അൽ ഇസ്തിവാ മഅലൂമുൻ, ഇസ്തിവാ അള്ളാഹു ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ 6ഓളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള, ആയത്തുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. വൽ കൈഫിയതു മജ്ഹൂലുൻ, അത് എങ്ങനെയാണ് എന്നില്ല, നമുക്കറിയില്ല. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു തരണം, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അതിൽ സ്വഹാബികൾ ആരെങ്കിലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വിശദീകരിക്കണം, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ സ്വഹാബി പോലും ഇങ്ങനെയാണ് ഇസ്തിവാ എന്ന് വിശദീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതുണ്ടായിട്ടില്ല, നമുക്കറിയില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കുക എന്നുള്ള നമ്മുടെ മേലെ എന്താണ്? നിർബന്ധമാണ്. കാരണം ഖുർആനിൽ ഒരു കാര്യം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, സ്വഹാബികൾ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുക എന്നുള്ള ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികൾക്കോ പരിചയമില്ലാത്ത ഒരൊറ്റ സ്വഹാബി പോലും എന്ത് ചെയ്തിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ല, റസൂൽ എങ്ങനെയാണ് അള്ളാഹ് ഇസ്തിവാ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കണം. സഹാബികളുടെ കാലത്തിന് ശേഷം ഇത്രയധികം ചർച്ച വന്ന് ആളുകൾ പിഴച്ച് ഭിന്നിച്ചു പോകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അസ്മാഉ സിഫാത്തിലാണ്. അതാണ് സലഫി മൻഹജിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. അതാണ്. നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒരു ശെക്കിലേക്കോ ഒരു സംശയത്തിലേക്കോ പോകേണ്ട ആവശ്യമില്ല. സഹാബികൾ അവിടെ നിന്നോ, അവിടെ നമ്മൾ നിന്നാ എന്തായി? നമ്മൾ സുരക്ഷിതരായി. കാരണം ആ സഹാബികൾക്ക് അള്ളാഹ് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവര് പോണ മത്യം മതി. ഇപ്പൊ ചില ആളുകൾ പറയും പോലെ എന്റെ ഉസ്താദ് പോണ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ നരകത്ത് പോയിക്കോളാം പറഞ്ഞ പോലെയല്ല. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹമായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ അവര് പോകുന്ന സ്വർഗത്തിൽ അവർക്ക് പോയാൽ മതി. അതല്ല ഒന്നുകൂടി നല്ലത്. അത് പറയുന്നല്ലോ ഒന്നുകൂടി നല്ലത്. അപ്പോ ആ സഹാബികൾ അവിടെ നിന്നോ, അവിടെ നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് തന്നെ മറുപടി ഇല്ല, പിന്നെ അതിനെ കുറിച്ച് നമ്മൾ സംസാരത്തിലില്ല. അപ്പൊ സഹാബികൾ അങ്ങനെ ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ, ബിദ്അത്തുകാരനിൽ നിന്ന് അകന്നു നിൽക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ ആ സദസ്സിൽ നിന്ന് ഒഴിവാക്കാൻ